സ്നേഹം നിറഞ്ഞ സുവോളജി കുടുംബത്തിലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സുവോളജി വിഷയത്തെക്കുറിച്ച് ടീച്ചർ കരിയർ ഗൈഡ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ സബ്ജക്ട്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. വളരെ കുറച്ച് സമയം മാത്രം, അരമണിക്കൂറിനുള്ളിൽ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ദീർഘമായ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഞങ്ങൾ 3 പേര് ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായി കോഴ്സുകളെ കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയും. അതിനുശേഷം അതിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ച് നിഷ ടീച്ചർ, തൃശ്ശൂർ നിഷ ടീച്ചർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ടീച്ചർ സംസാരിക്കും. അതിനുശേഷം റംലത്ത് ടീച്ചർ അതിന് അനുവദിച്ചിട്ടുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ച് സംസാരിക്കും. വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുന്നു. ആദ്യമായി നമ്മൾ ഈ വിഷയം എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് എന്ന് കുട്ടികളുടെ മുന്നിലേക്ക് വെച്ചെങ്കിൽ മാത്രമേ കുട്ടികൾ ഇത്ര പ്രാധാന്യത്തോടുകൂടി നമ്മുടെ വിഷയത്തിന്റെ കരിയർ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കുകയുള്ളൂ. +2 തന്നെ ഈ വിഷയം എന്തുകൊണ്ട് പ്രാധാന്യമുള്ളതായി എന്ന് ചോദിച്ചാൽ, എല്ലാ എൻട്രൻസ് എക്സാമിനും ഏറ്റവും കുട്ടികൾ സ്ട്രോങ് സബ്ജക്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് സുവോളജി. പ്രത്യേകിച്ച് CUET, നീറ്റ്, അതുപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലുള്ള ടെസ്റ്റുകൾക്കെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് സ്ട്രോങ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന കുട്ടികളുടെ ഒരു വിഷയം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇതിന് ഉണ്ട്. അതുപോലെ എല്ലാ ലെവൽസ് ഓഫ് സ്റ്റുഡൻസിനും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സുവോളജി അധ്യാപകർ എന്ന നിലയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മേഖലകളാണ് പഠിക്കുന്നത്, അതായത് ഒരു കുട്ടിയുടെ ജീവിത സാഹചര്യവുമായി ഏറ്റവും ഇണങ്ങുന്ന, അവരുടെ ജീവിത സാഹചര്യത്തെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, അതുപോലെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്, അതുപോലെ നമ്മുടെ പ്ലാനറ്റിനെ കൺസർവ് ചെയ്യേണ്ട ആവശ്യകത എത്രയാണ്, നമ്മളെപ്പോലെ മറ്റു ജീവികളെ എന്തുകൊണ്ട് കാണണം എന്നതിനെ കുറിച്ച് കുട്ടികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയവുമായതുകൊണ്ട് ആ മേഖലകളിലെല്ലാം തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആനിമൽ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മേഖല, ആനിമൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ചുള്ള മേഖല, അതുപോലെ ജനറ്റിക്സ് ഇവല്യൂഷനെ കുറിച്ചുള്ള മേഖല, ആനിമൽ ബിഹേവിയറിനെ കുറിച്ചുള്ള മേഖല, അതുപോലെ എക്കോളജി ആൻഡ് കൺസർവേഷനെ കുറിച്ചുള്ള മേഖല, അതുപോലെ നമ്മുടെ എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുന്ന മേഖല, അതുപോലെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, അതുമായി ബന്ധപ്പെട്ട ലോക നിലവാരത്തിലുള്ള പല തൊഴിൽ സാധ്യതകളും വരുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻ ആൻഡ് അനിമൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, മനുഷ്യ ജീവനും അതുപോലെ മറ്റുള്ള ജീവികൾക്കുമാണ് പ്രാധാന്യമുള്ളത് എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ആ മേഖലയിലാണ് ഏറ്റവും അധികം, കാരണം ഹെൽത്ത് എന്ന് പറയുന്ന മേഖലയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് സുവോളജിയുടെ പ്രാധാന്യം നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തൊഴിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉള്ള മേഖലയാണ്. അപ്പൊ ഈ ഹെൽത്ത് കെയർ മേഖലകളിൽ പല തരത്തിലുള്ള കോഴ്സുകളും സുവോളജി പഠിച്ച കുട്ടികൾക്ക് മാത്രം പോകാവുന്നതുണ്ട്. അതുപോലെ വെറ്റിനറി സയൻസ് അതൊരു പ്രത്യേക ബ്രാഞ്ചായിട്ട് നമ്മൾ പറയുമെങ്കിലും വെറ്റിനറി സയൻസ് പഠിക്കണമെങ്കിൽ ഒരു സുവോളജി ബേസ് ഉള്ള കുട്ടിക്ക് മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കുട്ടികളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇതുകൂടാതെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഉണ്ട്. അതുപോലെ അഗ്രികൾച്ചർ, ഫിഷറീസ്, അക്വാകൾച്ചർ മുതലായ മേഖലകളിൽ കുറേയധികം തൊഴിൽ സാധ്യതകൾ സുവോളജി പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോടെക്നോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ അടിസ്ഥാനമായ ചില ടെക്നിക്കുകൾ പഠിക്കണമെങ്കിൽ സുവോളജി വിഷയം നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട മേഖല, അതുപോലെ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട മേഖല, ഇതെല്ലാം സുവോളജി അധ്യാപകരോട് പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പോകുന്നത്. സമയക്കുറവ് ദയവേത് മനസ്സിലാക്കണം. ഈ മേഖലകളെല്ലാം നിങ്ങൾക്ക് വിശദമായ ഒരു PPT ലഭിക്കുന്നുണ്ട്. ഇത് ഇത്തിരി എലാബറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമ്മൾ BSc ഡിഗ്രി സാധാരണ നമ്മളൊക്കെ എടുത്ത പോലെ BSc ഡിഗ്രി എന്നുള്ളതിലുപരി ഇപ്പൊ നമുക്കറിയാം FIUGP മുഖാന്തരമാണ് ഇപ്പോ കൂടുതലായും ഡിഗ്രി കോഴ്സുകൾ വരുന്നത്. സുവോളജിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ BSc സുവോളജി കൂടാതെ BSc ഓണേഴ്സ്, അതുപോലെ BS MS കോഴ്സുകൾ, അതുപോലെ BSc BEd കോഴ്സുകൾ, അതുപോലെ MSc BEd കോഴ്സുകൾ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, അതുപോലെ MSc PhD ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമുക്ക് സുവോളജി മേഖലയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ കുട്ടി ഇഷ്ടപ്പെടുന്ന മേഖല ഏതാണോ ആ മേഖലയ്ക്ക് അനുസരിച്ച്, കുട്ടിയുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് കുട്ടിയോട് ഏത് കോഴ്സ് എങ്ങനെ സുവോളജിയിലേക്ക് എൻ്റർ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഞാൻ BSc ഡിഗ്രികളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം
എപ്പോഴും പ്ലെയിൻ ബി എസ് സി സുവോളജി എടുക്കാനാണ് നമ്മൾ കരിയർ ഗൈഡന്മാര് അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളോട് പറയാറുള്ളത്. കാരണം പലപ്പോഴും ചില ഇടുങ്ങിയ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ആ മേഖല ഇഷ്ടമുള്ളതല്ലാതെ തോന്നിയാൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഒരു പ്ലെയിൻ ബി എസ് സി ഡിഗ്രി എടുത്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. വളരെ റെയർ ആയിട്ട് മാത്രമെങ്കിലും ആ കോഴ്സുകളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുമെങ്കിലും അർച്ചന ടീച്ചറെ ഒന്ന് ഓൺ ചെയ്തിട്ട് കയറുവോ? ഒന്ന് ഓഡിയോ ഓൺ ചെയ്ത് കയറുവോ? ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും കേട്ടില്ലേ ടീച്ചറെ? കേൾക്കാമായിരുന്നു. മ്യൂട്ടോൾ കൊടുത്തതാണ്, കുറച്ചേരം ഓൺ ചെയ്തിട്ടിരുന്നോണ്ട്. ഓക്കെ ടീച്ചർ, താങ്ക് യു ടീച്ചർ. അപ്പോ നമ്മൾ ബി എസ് സി സുവോളജി പ്ലെയിൻ സുവോളജി ആണ് കുട്ടികളോട് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ളത്. കാരണം പല കുട്ടികൾക്കും പല മേഖലകളും പോകാനും ഏറ്റവും നല്ലത് പ്ലെയിൻ സുവോളജി ലൈഫ് സയൻസ് കോഴ്സുകൾ പ്ലെയിൻ ആയിട്ടുള്ളത് പഠിക്കുന്നതാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ആ രീതിയിൽ തന്നെ PG കോഴ്സുകൾ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതുമാണ്. അത് കുട്ടിയുടെ ഇഷ്ടത്തിനായിട്ട് നമുക്ക് വിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും MSc സ്പെഷ്യലൈസേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. MSc സ്പെഷ്യലൈസേഷനിൽ കുറേയധികം വിഷയങ്ങൾ നമ്മൾ സുവോളജി അധ്യാപകർക്ക് ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓർണിത്തോളജി, അതുപോലെ ഫിസിയോളജി, പാത്തോളജി, പാരസിറ്റോളജി, ടോക്സിക്കോളജി, വൈൽഡ് ലൈഫ് സ്റ്റഡീസ്, അതുപോലെ മൈക്രോബയോളജി. നമുക്കറിയാം മൈക്രോബയോളജി കോഴ്സുകൾ ഈവൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിലും മൈക്രോബയോളജി പഠിക്കണമെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള വിഷയം സുവോളജി ആണ്. അതുപോലെ മോളിക്കുലാർ ബയോളജി കോഴ്സുകൾ, ഇതെല്ലാം BSc സുവോളജി പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന സ്പെഷ്യലൈസേഷനുകളാണ്. അപ്പൊ അതുകൂടാതെ തന്നെ അക്വാട്ടിക് ബയോളജി ഉണ്ട്. നമുക്കറിയാം അക്വാട്ടിക് ആനിമൽസിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ധാരാളം തൊഴിൽ സാധ്യത, കാരണം ഫിഷറീസ് പോലുള്ള മേഖലകൾ നമുക്ക് എല്ലാവർക്കും അറിയാം തൊഴിൽ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള മേഖലകളാണ്. നമ്മുടെ കുട്ടികൾക്ക് അക്വാട്ടിക് ബയോളജി ഉള്ള കോഴ്സുകളെ കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നവരാണ് നമ്മൾ സുവോളജി അധ്യാപകർ. ആ മേഖല നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് MSc അക്വാട്ടിക് ബയോളജിയുടെ ആ സ്ലൈഡിൽ ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് കെമിസ്ട്രി അടിത്തറയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബയോമെഡിക്കൽ വിഭാഗങ്ങളിലേക്ക് പോകാൻ ഏറ്റവും അത്യാവശ്യമായി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്ന ഒരു മേഖലയാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം ഇമേജിംഗ് ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ ഉള്ള നൂതനങ്ങളായ ബയോമെഡിക്കൽ ഇക്വിപ്മെന്റ്സിനെ കുറിച്ച് വിശദമായി പഠിക്കുന്ന ഒരു മേഖലയാണ് ബയോഫിസിക്സ് എന്ന് പറയുന്നത്. അതുപോലെ സൈറ്റോളജിക്കൽ സ്റ്റഡീസ്, നമുക്കറിയാം സെല്ലിന്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ക്യാൻസർ മേഖലയിലൊക്കെ ധാരാളം സാധ്യതകളുള്ളതാണ് സൈറ്റോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതുപോലെ എക്കോളജി, അതുപോലെ എൻവയോൺമെന്റൽ സയൻസ് പോലുള്ള മേഖലകൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിൽ മേഖലയുള്ള സാധ്യതയുള്ള മേഖലയാണ് MSc എക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ എന്റമോളജിക്കൽ സ്റ്റഡീസ് നമുക്കറിയാം. അതുപോലെ ജെനറ്റിക്സ് മേഖലയിൽ ഒരുപാട് റിസർച്ച് സാധ്യതകളുള്ള മേഖലകളാണ് MSc ജെനറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം BSc സുവോളജി, ലൈഫ് സയൻസ്, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ബയോളജിക്കൽ സയൻസ് പഠിച്ച കുട്ടികൾക്ക് പോകാവുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സാണ്. അതുപോലെ മൈക്രോബയോളജി ഇച്ചിരി വിശദമായിട്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജി പഠിച്ച കുട്ടികൾക്കും ഇപ്പം BSc മൈക്രോബയോളജി പഠിച്ച കുട്ടികൾക്കും പോകാവുന്ന ഒരു കോഴ്സാണ് MSc മൈക്രോബയോളജി എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ സുവോളജി കുട്ടികൾക്ക്, പ്ലെയിൻ സുവോളജി പഠിച്ച കുട്ടികൾക്കും അവിടെ മൈക്രോബയോളജിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ MSc ബയോകെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, അതുപോലെ റിലവന്റ് ആയിട്ടുള്ള ബയോകെമിസ്ട്രി പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്നതാണ്. അവിടെ ഒരു സ്ട്രോങ് സബ്ജക്ട് സുവോളജി ആണ് എന്നുള്ള കാര്യം അവരെ ഓർമ്മപ്പെടുത്തുക. അതുപോലെ ഇതോടൊപ്പം അവർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള MPhil PhD പ്രോഗ്രാമും ചെയ്യാവുന്നതാണ്. MPhil പ്രോഗ്രാമിനേക്കാൾ ഇപ്പോൾ PhD പ്രോഗ്രാമിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ PhD ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണെന്ന് കൂടി കുട്ടികളോട് പറയുക. സയൻസ് മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ അത് തന്നെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് പോകുക എന്നുള്ള കാര്യം കുട്ടികളോട് പറയുക. കാരണം ഒരുപാട് തൊഴിൽ മേഖലകൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാറുണ്ട്. പിന്നെ വേറെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖലകൾ മാത്രമാണ്, ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ ഏറ്റവും നമ്മളൊക്കെ വിട്ടുപോകുന്ന 1-2 മേഖലകൾ തിരഞ്ഞെടുത്ത് മാത്രമാണ് സംസാരിക്കുന്നത്. ബയോസ്റ്റാറ്റിസ്റ്റിക്സ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അത് മാത്തമാറ്റിക്കൽ ബേസ് ഉള്ള കുട്ടിക്ക് കൂടി പഠിക്കാൻ പറ്റുന്നതാണ്. മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ കുട്ടികൾ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് മാത്തമാറ്റിക്കൽ ബേസ് ഉള്ള ഒരു കുട്ടിക്ക് MSc ബയോസ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡേറ്റ കളക്ഷൻ ഒക്കെ വളരെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ കളക്ഷൻ, നമ്മളെ വാക്സിനേഷൻ ഷെഡ്യൂളൊക്കെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ ഡേറ്റ കളക്ഷൻ അതുപോലുള്ള സാമ്പിൾ കളക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചും അത് MSc ബയോസ്റ്റാറ്റിസ്റ്റിക്സും MS ബയോസ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. അതുപോലെ ക്വാളിറ്റി സിസ്റ്റംസ് ഇൻ ഡയറി പ്രോസസ്സിംഗ് അതിന്റെ MSc കോഴ്സ് ഉണ്ട്. ഡയറി പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഡയറി പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണത്. അവിടെ അത് വെറ്റിനറി സയൻസുകാർക്കും ചെയ്യാവുന്നതാണ്. എന്നാലും നമ്മുടെ ലൈഫ് സയൻസ് പഠിച്ച കുട്ടികൾക്ക് കൂടി ആ മേഖലകളിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ MSc ബയോടെക്നോളജി എപ്പോഴും നമ്മൾ BTech ബയോടെക്നോളജിയേക്കാൾ നമ്മൾ ഇച്ചിരൂടെ പ്രാധാന്യത്തോട് പറയുന്ന ഒരു കോഴ്സാണ് MSc ബയോടെക്നോളജി എന്ന് പറയുന്നത്. BTech ഇക്വലന്റ് ആയിട്ടുള്ള ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ MTech ബയോടെക്നോളജിയേക്കാൾ MSc ബയോടെക്നോളജി ഇച്ചിരൂടെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതും കുട്ടികളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. പിന്നെ ബയോ ഇൻഫർമാറ്റിക്സ് ഏറ്റവും പുതിയൊരു മേഖലയാണ്. നമുക്കറിയാം ബയോ ഇൻഫർമാറ്റിക്സ്. അത് ലൈഫ് സയൻസ് പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് MSc ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ MSc നാനോ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും ഒരു സുവോളജി അടിത്തറ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം BSc ഫിസിക്സും കെമിസ്ട്രിയും ബയോടെക്നോളജി ഒക്കെ പഠിച്ച കുട്ടികൾക്കാണ് അത് പോകാൻ കഴിയുന്നത്. എന്നാലും MSc നാനോ സയൻസ് കുട്ടികളോട് ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അങ്ങനെ പോകാൻ പറ്റും എന്ന് നമുക്ക് നമ്മുടെ +2 ക്ലാസ്സിലെ കുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ് ഫോറൻസിക് സയൻസിനെ കുറിച്ച്. അവിടെയും സുവോളജി, ബോട്ടണി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MSc ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ആനിമൽ സയൻസ് അത് BSc സുവോളജി, ബോട്ടണി, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി സബ്സിഡിയറി പഠിച്ച് BSc സുവോളജി പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണതെന്ന് പറയുന്നത്. ഇനി വേറെ റെയർ ആയിട്ടുള്ള കോഴ്സുകളാണ് MSc ക്രിമിനോളജി എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷെ എന്നാലും താല്പര്യമുള്ള കുട്ടികൾക്ക് അതിന് പോകാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുപോലെ കാർഡിയക് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് വെച്ചാൽ നല്ല ഹോസ്പിറ്റൽസിലെല്ലാം ഇപ്പൊ വരുന്ന ഒരെണ്ണമാണ്. അത് BSc കാർഡിയക് പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ച കുട്ടിക്കാണ് പോകാൻ പറ്റുന്നതെങ്കിലും അതിന് ഒരു സുവോളജി അടിത്തറ, സുവോളജി നന്നായി അറിയാവുന്ന അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് കൂടി പറഞ്ഞു കൊടുക്കുക. അതുപോലെ MSc യൂറോ ടെക്നോളജി എന്ന് പറയുന്നത് BSc ബയോളജി പഠിച്ച ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതുപോലെ MSc എൻവയോൺമെന്റൽ സയൻസ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് നേരത്തെ പറഞ്ഞതാണ്. ഇതിന്റെ പ്രീമിയർ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ടീച്ചർ എനിക്ക് പുറകെ സംസാരിക്കുന്ന ടീച്ചർ സംസാരിക്കും. ഇത് കൂടാതെ ഇപ്പോഴത്തെ ക്ലൈമറ്റിക് ചേഞ്ച് അതുപോലുള്ള സാഹചര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് MSc ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സുവോളജിക്കാർക്ക് എല്ലാ ഡിഗ്രി ഓപ്ഷൻകാർക്കും പോകാം. എന്നാലും സുവോളജി പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് കുട്ടികളെ ഓർമ്മപ്പെടുത്തുക. അതുപോലെ MSc ഓഷ്യൻ സ്റ്റഡീസ്, അത് BSc സയൻസ്, ഏത് സയൻസ് പഠിച്ച കുട്ടിക്കും പോകാം. പക്ഷെ ഇതിലൂടെ നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഫുഡ് ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെയും നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ MSc വൈൽഡ് ലൈഫ് സയൻസ്, BSc സുവോളജി, ബോട്ടണി പഠിച്ച കുട്ടികൾക്ക്, അത് വൈൽഡ് ലൈഫിനോടൊക്കെ വളരെ താല്പര്യമുള്ള, വളരെ ഇൻട്രസ്റ്റ് ആ മേഖലയിലുള്ള കുട്ടികളെ ഒരുപാടുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ ആ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. BSc സുവോളജി പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനും അതോടൊപ്പം തന്നെ മികച്ച കരിയറിനും സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചാണ് ഈ സ്ലൈഡിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒന്നാണ് IIT-കളിലേക്ക് കുട്ടികൾക്ക് IIT ലാബിൽ അല്ലെങ്കിൽ ടാഗ് ഉണ്ടാവുന്നത്. അതിന്റെ ഒരു പ്രസ്റ്റേജ് വേറെയാണ്. അപ്പൊ IIT JAM എക്സാം എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനായിട്ട് സാധിക്കും. IIT JAM ലൈഫ് സയൻസിലെ ബയോടെക്നോളജിയാണ്. IIT JAM ബയോടെക്നോളജി എക്സാം ആണ്. അത് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ തന്നെ ഉപരിപഠനത്തിനും അതോടൊപ്പം തന്നെ നല്ല കരിയർ കെട്ടിപ്പടുക്കുന്നതിനും സഹായകമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ആ ഒരു എൻട്രൻസ് ടെസ്റ്റിന്റെ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ പ്രധാനപ്പെട്ട IIT-കളിലും അവൈലബിൾ ആണ്. മുംബൈ, ഡൽഹി, മദ്രാസ്, അതുപോലെ തന്നെ NIT-കളില്, ഇനി സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്, IISc-കളില്, ഐസറുകളില്,
ഒക്കെ നമുക്ക് ഈ ഒരു ജാമിന്റെ സ്കോറിനെ ബേസ് ചെയ്ത് അഡ്മിഷൻ കിട്ടും എന്നുള്ളത് പറയാം. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിലെ തന്നെ മുൻനിര സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ ലോകോത്തര നിലവാരമുള്ള ലബോറട്ടറികളിൽ വർക്ക് ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുകൾ കിട്ടുന്നതിന്, മികച്ച അധ്യാപകരുമായി ഇടപഴകുന്നതിന്, അതുപോലെ തന്നെ ഇത്തരം മേഖലകളിലൊക്കെ ഇത്തരം സൗകര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ ഊന്നി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് പഠിച്ച IIT-കളിലൊക്കെ ബയോടെക്നോളജി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത ഏറെയാണ്. അതായത് ബയോടെക്നോളജിയുടെ കമ്പനികൾ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് IIT-ന്ന് IIT സ്കോളേഴ്സിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോകോൺ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ അവർക്ക് തൊഴിൽ അവസരം ഉണ്ട് എന്നുള്ളത് പറയാം. അത് തന്നെ അത് റിസർച്ച് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സയന്റിസ്റ്റ് ആയിട്ട്, അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളർ ആയിട്ട്, പ്രോഡക്റ്റ് ഡെവലപ്പർ ആയിട്ട്, അത്തരം അതുപോലെ ബയോ ഇൻഫർമാറ്റിക്സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ബയോ ഇൻഫർമാറ്റിക്സ് അനലിസ്റ്റ് ഒക്കെ ആയിട്ട് ഈ മേഖലകളിലൊക്കെ നല്ല സാലറിയോട് കൂടി തന്നെ പ്ലേസ്മെന്റ് കിട്ടും എന്നുള്ള കാര്യം കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഇനി സർക്കാർ മേഖലയിലെ കരിയർ ആണെങ്കിൽ IIT ടാഗ് ഉള്ളതുകൊണ്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങളായിട്ടുള്ള ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഇനി ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ, ഇവരൊക്കെ കൊടുക്കുന്ന പ്രോജക്റ്റുകളിലേക്ക് പ്രോജക്ട് അസോസിയേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ സയന്റിസ്റ്റ് തസ്തികകളിലേക്കൊക്കെ മുൻഗണന ലഭിക്കും ഈ ഒരു IIT-കളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക്. ആ കാര്യം പറയാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് ഗേറ്റ് എക്സാം, ലൈഫ് സയൻസിന്റെ. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ, നേരത്തെ ജാം ഉപയോഗിച്ച് കയറാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ IIT-കളിൽ, IISc-കളിൽ, അതുപോലെ തന്നെ NIT-കളിലൊക്കെ നമുക്ക് MSc പ്രോഗ്രാം, അതുപോലെ PhD കോഴ്സുകൾക്കൊക്കെ ചേരാനായിട്ട് സാധിക്കും. അതിനെ ഉള്ള ഓപ്ഷനുകൾ പോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലികള്, അതുപോലെ തന്നെ അതില് പ്രത്യേകിച്ച് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റന്റ് കൗൺസിലൊക്കെ, കൗൺസിൽ മേഖലകളിലുള്ള റിസർച്ചുകളില്, അതുപോലെ തന്നെ കാർഷിക മേഖലകളില്, ഭക്ഷ്യ സംസ്കരണ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിലിന് സാധ്യത കിട്ടുന്ന ഇതാണ് ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത്. അതായത് PSU-കളിലൊക്കെ നമുക്ക് അവസരം നേടും. ഗേറ്റ് സ്കോർ അത് ഓൾ ഇന്ത്യ തലത്തിൽ നല്ല റാങ്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് നമുക്ക് വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഗവേഷണത്തിനും അതുപോലെ തന്നെ ഇതില് ഗേറ്റ് സ്കോറിന്റെ ബേസിൽ നമുക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും. അതേപോലെ തന്നെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലൊക്കെ ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് സുവോളജിയുടെ ഇതിലും അതുപോലെ തന്നെ എന്റമോളജി ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നടത്താറുണ്ട്. പിന്നെ ബാർക്കിലാണെങ്കിൽ സയന്റിഫിക് ഓഫീസർ ആകാനായിട്ട് ഉള്ള ഒരു വഴി കൂടിയാണ് ഗേറ്റ് സ്കോർ. ഇനി അതുപോലെ തന്നെ ISRO, ICMR അതിലൊക്കെ പ്രോജക്റ്റുകളിലും അതുപോലെ തന്നെ റിസർച്ച് തസ്തികകളിലൊക്കെ ഈ ഒരു എക്സാമിന്റെ സ്കോർ, അതായത് ഹൈ സ്കോറിൽ എത്തിക്കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവും എന്നുള്ള കാര്യം നമ്മൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കണം. ഇനി അതുകൂടാതെ തന്നെ +2 കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IAT എന്ന് പറയുന്നത്. ഐസറിലേക്ക് 7 ഐസറുകളിലേക്കും പ്രവേശനത്തിനായിട്ടുള്ള പരീക്ഷയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതില് BSc-MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ആണ്, 5 വർഷത്തെ BSc-MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ആണ് നമുക്ക് ഐസറുകളിൽ കിട്ടുക എന്നുള്ളത് പറയാം. അപ്പൊ ആദ്യത്തെ 2 വർഷങ്ങളിൽ അവർക്ക് ബേസിക് സയൻസിന്റെ പഠിക്കാനായിട്ട് പറ്റും, ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. പിന്നീട് അങ്ങോട്ട് മൂന്നാമത്തെ വർഷത്തിൽ മേജർ ആയിട്ട് സെലക്ട് ചെയ്യാൻ അവർക്ക് മാർക്കിന് ബേസ് ചെയ്തിട്ട് അവർക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 5ാമത്തെ വർഷം അവർക്ക് പ്യുവർ റിസർച്ച് ആണ്. അപ്പം ഐസറൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഗവേഷണത്തിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സ്ഥാപനങ്ങളാണ്, നല്ല റിസർച്ച് ലബോറട്ടറീസും ഫെസിലിറ്റീസും ഉള്ള സ്ഥാപനങ്ങളാണ് എന്ന് വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, PG എക്സാം, ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് +2 കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അതിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്ര സർവകലാശാലകളിലേക്കും പ്രവേശനത്തിനായിട്ടുള്ള പരീക്ഷയാണെന്ന് പറയാം. അതില് അവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാലുള്ള എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളതാണ് ഈ ഒരു എക്സാം പറയുമ്പോൾ അതില് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അതായത് അതിന്റെ ഫീസിന്റെ സ്ട്രക്ചർ കുറവാണെന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് അതിന് ഒരു എക്സ്പോഷർ കിട്ടുന്നതാണ്, ദേശീയ തലത്തിലുള്ള ഒരു എക്സ്പോഷർ ആണ്. അതുപോലെ തന്നെ റിസർച്ച് സൗകര്യങ്ങളെ കുറിച്ച്, പിന്നെ ഉയർന്ന നിലവാരമുള്ള ലാബുകൾ, ഇതിനെ കുറിച്ച് നമുക്ക്
ഈ ഒരു IAT ടെസ്റ്റ് അല്ലെങ്കിൽ ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എത്താൻ പറ്റുന്ന ആ മേഖലകളെ കുറിച്ച് പറയാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ അടുത്ത ഒരു എക്സാം ആണ് JG BILS എന്ന് പറയുന്നത്, ജോയിന്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ബയോളജി ആൻഡ് ദി ഇന്റർഡിസിപ്ലിനറി സയൻസസ്. അപ്പം ആ ഒരു ഇന്ത്യയിലെ തന്നെ മുൻനിര ബയോളജി ലൈഫ് സയൻസ് ഗവേഷണ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ്, ഒരു ദേശീയ പ്രവേശന പരീക്ഷയാണ് JG BILS എന്ന് പറയുന്നത്. ഇപ്പൊ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആണ് ആ പരീക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ MSc അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം അല്ലെങ്കിൽ PhD പ്രോഗ്രാമുകളിലേക്കൊക്കെ പ്രവേശനം നേടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഇപ്പൊ നമ്മുടെ നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസ് ബാംഗ്ലൂരുള്ളത്, അവിടെ ഇന്റഗ്രേറ്റഡ് PhD അതുപോലെ തന്നെ MSc വൈൽഡ് ലൈഫ് ബയോളജി ഒക്കെ ഈ ഒരു എക്സാമിന്റെ സ്കോറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ IISc-ല് നമുക്ക് PhD പ്രോഗ്രാം, ഇന്റർഡിസിപ്ലിനറി PhD പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുള്ളത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഇനി ഐസറിലാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം ചെയ്യാം. അപ്പം JG BILS എക്സാം എഴുതി കഴിഞ്ഞാൽ അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതിനുശേഷം 2-3 തവണ ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞ് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഫൈനൽ സെലക്ഷൻ അവരുടെ ആ പ്രോജക്റ്റ്, അവരുടെ റിസർച്ച് പ്രപ്പോസലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. അപ്പൊ ഈ ഒരു മേഖലയിൽ ഗവേഷണത്തിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അടുത്ത ഒരു എൻട്രൻസ് എക്സാം ആണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ബയോടെക്നോളജി. അതൊരു ദേശീയ നിലവാരമുള്ള പരീക്ഷയാണ്. അപ്പൊ അത് ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൈപ്പൻഡോട് കൂടി കുട്ടികൾക്ക് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പുകൾ കിട്ടും. ബയോടെക്നോളജി മേഖലയിൽ ആയതുകൊണ്ട് തന്നെ ഉയർന്ന നിലവാരമുള്ള ഉയർന്ന ശമ്പളമുള്ള ജോലികളിലേക്കൊക്കെ എത്താനായിട്ട് പറ്റും എന്ന് പറയാം. പ്രത്യേകിച്ചും ആ മേഖലകളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്. ബയോഫാർമ മേഖല, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്റെ മേഖലകളിലുള്ള കമ്പനികളിൽ, ഇനി ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ ബയോടെക്നോളജിയുടെ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ, വാക്സിൻ ഡെവലപ്മെന്റിന്റെ മേഖലയിൽ, അതുപോലെ തന്നെ ക്ലിനിക്കൽ റിസർച്ചിന്, ഫുഡ് പ്രോസസിംഗ് മേഖലയിൽ, അഗ്രികൾച്ചറിന്റെ മേഖലയിൽ, അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സമസ്ത മേഖലകളിലും ഇത് കടന്നു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മേഖലകളിലൊക്കെ കുട്ടികൾക്ക് ജോലി സാധ്യത ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ബയോടെക്നോളജി എന്നുള്ളതും. ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു 60-ലധികം യൂണിവേഴ്സിറ്റികൾ ഈ സ്കോർ പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഇതിന്റെ സ്കോറിനെ ബേസ് ചെയ്ത് പ്രവേശനം കൊടുക്കുന്നുണ്ട്. അത് ഓർമ്മപ്പെടുത്താം. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, JNU, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഈ ഒരു മേഖലയ്ക്ക് ഈ എക്സാമിന്റെ സ്കോറിനെ ബേസ് ചെയ്ത് പ്രവേശനം നൽകുന്നതാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് CSIR എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് MSc പൂർത്തിയാക്കിയ ശേഷം PhD ഗവേഷണത്തിനും അല്ലെങ്കിൽ കോളേജ് അധ്യാപനത്തിനായിട്ട് ലെക്ചർഷിപ്പ് പ്രോഗ്രാമിനൊക്കെ ആയിട്ടുള്ള ഒരു ദേശീയ തല പരീക്ഷയാണ് CSIR NET എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ബയോ ഇൻഫർമാറ്റിക്സിന്റെ മേഖല ഇപ്പൊ ഏറ്റവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ആ ബയോ ഇൻഫർമാറ്റിക്സിന്റെ മേഖലയിൽ ബാംഗ്ലൂരിലുള്ള ഒരു പ്രമുഖ സ്ഥാപനമാണ് IBAP എന്ന് പറയുന്നത്. നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു IBAP എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോകെമിസ്ട്രി, അവര് ആ ഒരു ബയോകെമിസ്ട്രിയുടെയും അതേപോലെ തന്നെ ബയോടെക്നോളജിയുടെ മേഖലയിലേക്കൊക്കെ MSc പ്രോഗ്രാമുകളുണ്ട്. ബയോടെക്നോളജിയിലും ബയോ ഇൻഫർമാറ്റിക്സിലും. അതുപോലെ തന്നെ MSc പ്രോഗ്രാം ബിഗ് ഡാറ്റ ബയോളജിയിലുണ്ട്. PG ഡിപ്ലോമ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ IBAP എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കോഴ്സുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് അതില് ഒരുപാട് നല്ല അവസരങ്ങൾ, ജോലിക്ക് സാധ്യതയുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ക്യാമ്പസ് പ്ലേസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികള്, ബയോകോണ്, അതുപോലെ തന്നെ തെർമോ ഫിഷർ സയന്റിഫിക്, സിൻജീൻ എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തുന്നുണ്ട് ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ.
കാര്യം ഓർമ്മപ്പെടുത്താം. അതേപോലെ +2 കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ദേശീയ തല പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണ് നെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ശാസ്ത്ര ഗവേഷണ മേഖലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് മുൻഗണന കൊടുക്കേണ്ട പരീക്ഷ. അപ്പോൾ അതില് +2 ശേഷം അവർക്ക് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ബേസിക് സയൻസിൽ ചെയ്യാനായിട്ട് ഈ ഒരു നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാം. അപ്പൊ നൈസർ, ഭുവനേശ്വറിലൊക്കെ പ്രവേശനം നേടാനായിട്ട് സാധിക്കും. അത് അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പ് ഇങ്ങോട്ടേക്ക് കിട്ടും. ഒരു 6000 രൂപയുടെ സ്റ്റൈപ്പൻഡ്, പ്രതിമാസ സ്റ്റൈപ്പൻഡ് കിട്ടുന്നുള്ളത് പറയാം. ഇനി നല്ല സമർത്ഥരായ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സമ്മർ പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് 20,000-ലധികം മെന്റർഷിപ്പ് ഗ്രാൻഡ് ലഭിക്കുന്നുള്ളത് പറയാം. അതേപോലെ ബാർക്കിലൊക്കെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്, അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ ഇന്റർവ്യൂ വഴി നേരിട്ട് സയന്റിസ്റ്റ് ആയിട്ട് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇനി ഫാർമസിയുടെ മേഖലയിൽ ഏറ്റവും ഫാർമസിയുടെ IIT എന്ന് പറയുന്നതാണ് നിപ്പർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. 7 നിപ്പറുകളുണ്ട്. ആ നിപ്പറിലേക്ക് പ്രവേശനത്തിനായി നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് നിപ്പർ JEE എന്ന് പറയുന്നത്. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് മേഖലയിൽ ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് നിപ്പർ JEE എന്ന് പറയുന്നത്. അപ്പം അതില് M.Pharm, M.Tech ഇത്തരം കോഴ്സുകളിലേക്ക്, അതുപോലെ തന്നെ MBA ഉണ്ട് ഫാർമ മേഖലയിൽ. ഇതിനൊക്കെ ഗേറ്റിന്റെ സ്കോർ, നിപ്പറിന്റെ സ്കോർ, GPAT സ്കോർ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് പ്രവേശനം എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കുക. ഇനി ഇത്ര വരെ നമ്മളെ എൻട്രൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ എൻട്രൻസ് എഴുതി കഴിഞ്ഞ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, എന്നാലും പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, IISc ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോകോത്തര നിലവാരമുള്ള ഒരു പ്രമുഖ സ്ഥാപനമാണ്. അപ്പൊ അതിന്റെ സൈറ്റ് ID ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MSc പ്രോഗ്രാം, MSc PhD പ്രോഗ്രാം, നമ്മുടെ സുവോളജിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ MSc ഇൻ ലൈഫ് സയൻസ് ആൻഡ് കെമിക്കൽ സയൻസ് എന്ന പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കറിയാം, ഇതിൽ IAT സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് അതിലേക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇനി അതേപോലെ തന്നെ വരുന്ന ഒരു സ്ഥാപനമാണ് IIT-കൾ എന്ന് പറഞ്ഞു. IIT ഞാൻ പറഞ്ഞു, IITians എന്നുള്ള ടാഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജോലി സാധ്യതകൾക്കും ഇതിനൊക്കെ കൂടുതൽ പ്രിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ IIT-കളില് എല്ലാ പ്രധാനപ്പെട്ട IIT-കളിലും ലൈഫ് സയൻസിന്റെ, ബയോടെക്നോളജിയും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ പാലക്കാട് IIT-യിലാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോളജിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗില് ബയോമെഡിക്കൽ റിസർച്ചിലും അതുപോലെ തന്നെ ബയോടെക്നോളജിയിലും ആണ് ആ വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പം ഇത് കൂടാതെ മുംബൈ, കാൺപൂർ, ഡൽഹി, അതുപോലെ തന്നെ മദ്രാസ് IIT-കളിലൊക്കെ, ഖരഗ്പൂർ, റൂർക്കി ഇങ്ങനെയുള്ള IIT-കളിലൊക്കെ തന്നെ നമുക്ക് ലൈഫ് സയൻസിനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രവേശന പരീക്ഷകൾക്ക് വെല്ലായി പ്രിപ്പയർ ചെയ്തതിനു ശേഷം നന്നായി എഴുതുക. അത് ഗവേഷണ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഒന്നുകൂടി ഹെൽപ്ഫുൾ ആവാന്നുള്ളത് ഓർമ്മപ്പെടുത്തി കൊടുക്കാം. ഇനി അതേപോലെ അടുത്തൊരു സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. പ്യുവർ സയൻസിന്റെ മേഖലയിൽ ലോകോത്തര ഗവേഷണം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും മുൻനിര ഗവേഷണ സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നത് കുട്ടികളിലേക്ക് എത്തിക്കാം. ഇനി അതുപോലെ തന്നെ ബയോടെക്നോളജി ഇപ്പൊ മുൻപന്തിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതില് ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൗൺസിൽ, BRIC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതിനെ ബയോടെക്നോളജിയുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമസ്ത മേഖലകളിലും മാറ്റം വരുത്തിയ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം അത് ഗവേഷണ രംഗത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ബയോടെക്നോളജി മേഖലയിലെ ഗവേഷണ കേന്ദ്രങ്ങളെ ഒന്നിപ്പിക്കുകയാണ് BRIC ചെയ്തിരിക്കുന്നത്. അതിന്റെ കീഴിൽ നമ്മുടെ കേരളത്തിൽ ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി നടക്കുന്നുണ്ട്, പ്രവർത്തിച്ചു വരുന്നു. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ മേഖലകൾ എന്ന് പറയുന്നത് അവിടെ ക്യാൻസർ ബയോളജി അതുപോലെ തന്നെ ഡിസീസ് ബയോളജിയുമാണ്. അതേപോലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സെന്റർ ഫോർ ദി സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. അപ്പം അവിടെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് സയൻസ് ആൻഡ് മോളിക്കുലർ ബയോളജി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ഒരു സയന്റിഫിക് റിസർച്ച് സെന്റർ ആണെന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കും. അതേപോലെ ന്യൂട്രീഷന്റെ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയുടെ IIT എന്ന് പറയാം, CF സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ. അപ്പൊ അതില് PG പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട്, അതായത് ഫുഡ് ഇൻഡസ്ട്രിയിലെ MSc ടെക്നോളജി അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് MSc PhD ഇൻ ന്യൂട്രീഷൻ ബയോളജി, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ട്
ഉണ്ട് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. അതേപോലെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴില് പ്രവർത്തിക്കുന്ന ഒരു ജന്തുശാസ്ത്രത്തിലെ വൈവിധ്യങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു മേഖലയാണ്. അപ്പൊ സുവോളജി കഴിഞ്ഞ പ്രധാന അവസരം ഇവിടെ നമുക്ക് അവസരം കിട്ടുന്നത് റിസർച്ച് ചെയ്യാനാണ്. JRF അതുപോലെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഒക്കെ അവിടെ കിട്ടും. PMSc സുവോളജിയില് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയിലൊക്കെ റിസർച്ച് ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിലേക്ക് ജോലിയിലേക്ക് കടക്കാന്ന് പറയുമ്പോൾ UPSC വഴി നടത്തുന്ന പരീക്ഷയിൽ സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ബയോടെക്നോളജി ഉണ്ട്. അപ്പൊ അത് കേന്ദ്ര സയൻസ് ടെക്നോളജി അത് അല്ലെങ്കിൽ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ബയോടെക്നോളജി സ്ഥാപിച്ച ഒരു പ്രമുഖ ദേശീയ ഗവേഷണ കേന്ദ്രമാണ്. ഇപ്പൊ അത് ബ്രിക്കിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും മൃഗങ്ങളില്, അതായത് കന്നുകാലികളില് അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉൽപാദനക്ഷമത, രോഗപ്രതിരോധ ശേഷി ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ബയോടെക്നോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ ഒരു മേഖലയിലും ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയാം. അതേപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന എന്നതും ഒരു കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ടെക്നോളജി ശാഖയിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. അതിലും ഇതേപോലെ ഫുഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചും ന്യൂട്രീഷനെ കുറിച്ചും ഫുഡ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഗവേഷണം അതുപോലെ തന്നെ സംരംഭകത്വം, പിന്തുണ ഇതൊക്കെ നൽകാനായിട്ട് ഈ ഒരു സ്ഥാപനത്തിന് നിക്ടം എന്ന് പറയുന്ന സ്ഥാപനത്തിന് സാധിക്കും എന്നുള്ളതും. അപ്പൊ ഇത്രയേറെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ റിസർച്ചിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മേഖലകളിലേക്ക് എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ നന്നായി അത്തരം ഗവേഷണാഭിരുചിയുള്ള വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടൊക്കെ ഒത്തിരി എൻട്രൻസ് എക്സാമുകളും അതുപോലെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു സെഷൻ സുവോളജിയുമായിട്ട് ബന്ധപ്പെട്ട തുടർ പഠന സാധ്യതകളും തൊഴിൽ മേഖലകളെ കുറിച്ചാണ്. അതില് മുക്കാൽ കാര്യങ്ങളും എനിക്ക് മുന്നേ പറഞ്ഞ നമ്മുടെ ടീച്ചേഴ്സ് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു വിഷയത്തിന്റെ ഒരു പ്രത്യേകത തന്നെ, എന്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? ദൂരെയായിട്ടല്ലേ? അല്ലല്ലോ ടീച്ചറെ? അപ്പോ നമ്മുടെ ഒരു വിഷയത്തിന്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം. സുവോളജി ബോട്ടണി എടുക്കുന്ന കുട്ടികൾക്ക് പൊതുവെ ഇന്നതേ ഉള്ളെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പൊതുവെ സമൂഹത്തിലുള്ളത്. അപ്പൊ നമ്മള് അവരിലേക്ക് ഇതിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പൊ +2 ശേഷം പല കുട്ടികളും സയൻസ് എടുത്തവരെല്ലാം വ്യത്യസ്ത മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ കൂടുതലും BSc നഴ്സിംഗും അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അത് തന്നെയല്ല പ്യുവർ സബ്ജക്റ്റ് സുവോളജി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സെഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ കരിയർ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുവോളജി അധ്യാപകര് ആ ഒരു കാര്യത്തിൽ ഊന്നി വേണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഞാനിപ്പോൾ എടുക്കുന്നത് പ്രധാനമായിട്ടും വിവിധ സ്കോളർഷിപ്പുകൾ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നതും ഒരുപാട് വിദേശ സ്കോളർഷിപ്പുകളും നമ്മുടെ കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് ആണ്. യൂറോപ്യൻ യൂണിയൻ നൽകുന്ന മികച്ച ഫെലോഷിപ്പോട് കൂടിയ സ്കോളർഷിപ്പുകളാണത്. ഇത് ഈ ഒരു 2026-28 അക്കാഡമിക് സൈക്കിളിൽ നമ്മുടെ 75 ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ വിദേശ സ്കോളർഷിപ്പ്, മറ്റേ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്, കോമൺവെൽത്ത് സ്കോളർഷിപ്പ്, ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ച് നമുക്ക് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അഭിരുചി അനുസരിച്ച്, ഇപ്പൊ സുവോളജി എല്ലാ കുട്ടികളും എടുക്കണമെന്നില്ല, ആ എടുക്കാനുള്ള ഒരു മോഹം അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഫെലോഷിപ്പിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെയും പ്രത്യേക സ്കോളർഷിപ്പുകളുണ്ട്. ആ സ്കോളർഷിപ്പുകൾ പല സ്കോളർഷിപ്പ് നമ്മുടെ കുട്ടികൾക്ക് അറിയത്തില്ല, നമുക്ക് അവർക്കത് പറഞ്ഞു കൊടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, അതുപോലെ CSIR UGC നെറ്റ് ഫെലോഷിപ്പ്, പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്, ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് EMRF ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം നമുക്കറിയാം റീസെന്റ് ആയിട്ട് കുറെ കുട്ടികൾ, നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിലൂടെ തുടർ പഠനത്തിനും മാസ്റ്റേഴ്സും PhD ഡിഗ്രി ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഫെലോഷിപ്പുകളെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ ഒരു മോഹം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പല കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല ഏതൊക്കെ തരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടി വിദേശ പഠനത്തിന് ഉൾപ്പെടെ പോകാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നീട് പറയേണ്ടത്
നമ്മുടെ എമിനന്റ് ബയോളജിസ്റ്റുകളെ കുറിച്ചാണ്, എമിനന്റ് പേഴ്സണാലിറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് സുവോളജി. അപ്പൊ നമുക്കറിയാം അവരിലേക്ക് ആ റിസർച്ച് എന്ന് പറയുന്ന ഒരു മോഹം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഈ സബ്ജക്റ്റിനോട് അവർക്ക് ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ എമിനന്റ് പേഴ്സണാലിറ്റീസിനെ നമുക്ക് ഈ സ്ലൈഡിലൂടെ അവർക്ക് കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ നമ്മുടെ ബയോളജി ഫീൽഡിൽ എസ്പെഷ്യലി സുവോളജിയിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുള്ള ബയോളജിസ്റ്റിനെ പറ്റി നമുക്ക് പറയാം. പിന്നീട് പറയേണ്ടത് നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സുവോളജി എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു ലെവലിൽ നമ്മൾ പഠിച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഇത്ര ഫീൽഡുകളിലെ തുടർ പഠന തൊഴിൽ സാധ്യതകൾ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഫീൽഡിലേക്ക് നമുക്ക് തൊഴിൽ അവസരങ്ങൾ കിട്ടുന്ന ഒരു ബ്രാഞ്ചാണ് സുവോളജി എന്ന് പറയാം. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ടെക്നീഷ്യൻ, മെറൈൻ ബയോളജിസ്റ്റ്, വെറ്റിനറി ടെക്നീഷ്യൻ, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്, വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് പോലുള്ള മേഖലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾക്ക് അവർക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യാൻ, വ്യത്യസ്ത മേഖലകളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ള കുട്ടികളാണ്. അപ്പൊ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ഇന്ന മേഖലകളിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ ഇക്കോളജിസ്റ്റ്, സയന്റിഫിക് ടെക്നിക്കൽ റൈറ്റർ, വൈൽഡ് ലൈഫ് റീഹാബിലിറ്റേറ്റർ, എൻവയോൺമെന്റൽ കൺസൾട്ടന്റ്, എന്റമോളജിസ്റ്റ് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അക്വാപോണിക്സ് ടെക്നീഷ്യൻ, ഫാം മാനേജർ, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ സെറികൾച്ചർ ഓഫീസർ, സിൽക്ക് ഫാം എന്റർപ്രണർ, ഫോറൻസിക് ലാബ് ടെക്നീഷ്യൻ, മൈക്രോബയോളജി ലാബ് ടെക്നീഷ്യൻ, അഗ്രികൾച്ചറൽ കൺസൾട്ടന്റ്, അതുപോലെ വൈൽഡ് ലൈഫ് റെസ്ക്യൂവർ. ഈ വൈൽഡ് ലൈഫ് റെസ്ക്യൂവർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് വൈൽഡ് ലൈഫ് മേഖല എന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹമുള്ളവരെ നമുക്ക് ആ ഫീൽഡിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓരോ മോട്ടിവേഷനും അവരുടെ ഉള്ളിൽ അവർക്ക് ആ മേഖലയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സുവോളജിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കോളേജുകളിൽ ഇപ്പോൾ ഈ പ്യുവർ സബ്ജക്ട് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ. അപ്പൊ ആ ഒരു സാധ്യതയെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു പ്യുവർ സയൻസ് മേഖലയിലേക്ക് പറഞ്ഞു വിടാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഷ്രിംപ് മാനേജർ, ഡയറി ഫാം സൂപ്പർവൈസർ തുടങ്ങിയുള്ള കോഴ്സുകൾ. ഇനിയും നമുക്ക് ഇതിന്റെ ഷോർട്ട് ടേം കോഴ്സുകൾ, നമ്മൾ ഏതൊരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഷോർട്ട് ടേം കോഴ്സുകൾ ഉണ്ട്. ഈ ഷോർട്ട് ടേം കോഴ്സുകളിൽ അവർക്ക് പെട്ടെന്ന് കോഴ്സുകൾ, നമ്മളോട് പല കുട്ടികളും ചോദിക്കും, ടീച്ചറെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ജോലി കിട്ടണം, അതിനുള്ള കോഴ്സുകളൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പൊ സുവോളജി എടുത്ത കുട്ടികൾക്കാണെങ്കിൽ ഈ പെട്ടെന്ന് പിന്നീട് ഒരു 6 മാസത്തെ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പോലുള്ള കഴിഞ്ഞാൽ അവർക്ക് ആ മേഖലയിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന കുറെ ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. അതിൽ എപ്പികൾച്ചർ എന്ന് പറയും, തേനീച്ച വളർത്തലും, അക്വാകൾച്ചർ, ഫിഷ് ഫാമിങ്ങും, പൗൾട്രി ഫാം മാനേജ്മെന്റ്, ഇപ്പൊ ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് കുട്ടികൾക്ക് കുറെ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. പൗൾട്രി ഫാം മാനേജ്മെന്റ്, ഡയറി ഫാം മാനേജ്മെന്റ്, അതുപോലെ സ്നേക്ക് ഹാൻഡ്ലിംഗ് ആൻഡ് വൈൽഡ് ലൈഫ് റെസ്ക്യൂ. നമുക്കറിയാം ഈ ഒരു റീസെന്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സ്നേക്ക് റെസ്ക്യൂർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ നിങ്ങൾ സുവോളജി പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് തൊഴിൽ നേടാമെന്നുള്ള കാര്യം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ മൈക്രോബയോളജി ലാബ് ടെക്നിക്സ്, DNA ഫിംഗർ പ്രിന്റ് ടെക്നിക്സ്, എന്റമോളജി ആൻഡ് പെസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകൾ. അതുപോലെ സെറികൾച്ചർ, സിൽക്ക് ഫാമിങ്, ബയോ സേഫ്റ്റി ആൻഡ് ലാബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ്, മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ പോലുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ. ഇപ്പൊ എന്ത് തന്നെയായാലും ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, നമ്മുടെ ടൈം കഴിയാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് ഷോർട്ട് ടൈം കോഴ്സുകളെ പറ്റിയാണ് നമ്മുടെ ഈ സ്ലൈഡിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സുവോളജി അധ്യാപകരാണ്, ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ ഉണ്ടെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്താണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ അതിലേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും തുടർ പഠനത്തിന് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് പോകാൻ ഇന്ന സാധ്യതകൾ, ഇന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ, ഇത്ര ഫെലോഷിപ്പുകൾ നമുക്ക് കിട്ടും. രാജ്യത്തിനകത്തും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മികച്ച സ്കോളർഷിപ്പോട് കൂടി നമ്മുടെ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു ആശയം നമുക്ക് കുട്ടികളിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.